ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഡെൻഡ്രോബിയാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. 6 വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളുടെ സീഡ്ലിങ്സ് ആണിത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. എല്ലാറ്റിൻ്റെ മേലെയും അവർ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2-3 ദിവസം ഇത് പാക്കിനകത്ത് ഇരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സാഫിൽ കലക്കിയ വെള്ളത്തിനകത്തേക്ക് ഒരു 5 മിനിറ്റ് സമയം നമ്മളത് മുക്കി വയ്ക്കുകയാണ്. പിന്നെ ഈ ഡെൻഡ്രോബിയ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് മഴയും കൊള്ളരുത്, ഓവറായിട്ടുള്ളൊരു വെയിലും പറ്റില്ല കേട്ടോ. വെയിൽ പിന്നെയും ഡെൻഡ്രോബിയ സഹിക്കും, പക്ഷേ ഡയറക്റ്റായിട്ട് മഴയൊക്കെ കിട്ടുമ്പോൾ അത് ചെടി നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എല്ലാ ചെടിയും ചെയ്യുന്നത് പോലെ റീപോർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം തണലത്ത്, അതായത് മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ ഷെയ്ഡിനകത്ത് വെച്ച് ചെടി ഉഷാറായി കഴിയുമ്പോൾ നമുക്കതെടുത്ത് പുറമേക്ക് വെക്കാം കേട്ടോ. അതിനകത്ത് ഡെൻഡ്രോബിയം മെയിനായിട്ട് നമ്മൾ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുക. കാരണം അതിനകത്ത് ഒച്ച് വരും. അപ്പോൾ ആ ഒച്ച് ചട്ടി താഴെ വെക്കുകയാണെങ്കിൽ ആ ചട്ടിയുടെ അടിയിലൊക്കെ ആയിട്ട് ഒച്ചുണ്ടായിരിക്കും. അപ്പോൾ ആ ഒച്ച് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തൂക്കിയിടുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ള ചെടികൾ നടുന്നത് പോലെയല്ല, ഇതേപോലെ ഓർക്കിഡ് നടാൻ പാകത്തിനുള്ള ചട്ടികൾ വേറെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഹോൾസ് വരുന്ന രീതിയിലുള്ളത്. അപ്പോൾ ചകിരി കണ്ടില്ലേ, ചകിരിയുടെ ചോറല്ല, ചകിരിയുടെ പുറംതോടിൻ്റെ വശമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓടും കഷ്ണം, പിന്നെ നമ്മുടെ ചാർക്കോൾ കേട്ടോ. അപ്പോൾ ഈ 3 ഇട്ടിട്ടാണ് നമ്മൾ ചെടി ഇതിനകത്ത് ഉറപ്പിച്ച് വെക്കുന്നത്. നന്നായി ഉറപ്പിച്ച് വെക്കാൻ വേണേ, അതല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ ചെടി മറിഞ്ഞു വീഴും. ആദ്യം നമ്മൾ കുറച്ച് കണ്ടില്ലേ ഓടിൻ്റെ കഷ്ണം ഞാനിവിടെ പൊട്ടിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അടിഭാഗത്ത് നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ ഇടുന്നത് ചാർക്കോള്, പിന്നെ നമ്മുടെ ചകിരിയുടെ പുറന്തോട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചെടി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ സൈഡിലൊക്കെ നമ്മളിതുപോലെ ഓടും കഷ്ണം, ചകിരി, ചാർക്കോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ മാറി മാറി ഇട്ട് കൊടുത്ത് ചെടി നന്നായിട്ട് അതിനകത്ത് ഉറപ്പിച്ച് വയ്ക്കുക. സാഫിനകത്ത് കുറച്ച് നേരം മുക്കി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് ഡെൻഡ്രോബിയത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടത് ഒരു 6 തൈകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് റേറ്റ് കുറവിൽ കിട്ടിയത് കൊണ്ട് തന്നെ വാങ്ങിച്ചതാണേ. കുഞ്ഞ് പോട്ടിനകത്താണ് കേട്ടോ നമുക്ക് ഈ ചെടി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് വെക്കുമ്പോൾ ആ പോട്ട് എടുത്ത് കളയണം, എന്നിട്ട് വേണം ഇവിടെ ചെടി വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ വേണം കേട്ടോ നമ്മൾ അതിനകത്ത് നിന്ന് ആ ചെടി മാറ്റിയെടുക്കാനായിട്ട്. കൂടാതെ ഒരു കാര്യം കൂടി പറയട്ടെ, നല്ലൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ചെടി വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ചെടി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ ആ ചേട്ടൻ എനിക്കിതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഇതെങ്ങനെ വെക്കണം, ഇപ്പം ചെടി വന്നു കഴിഞ്ഞിട്ടും ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴും ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ ചെടി വെക്കുന്നത്. അപ്പോൾ എനിക്കിത് ആദ്യമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ചെടി വെക്കുന്ന ഒരു വീഡിയോ ഒന്ന് എല്ലാവരും കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ഡെൻഡ്രോബിയം. ഡെൻഡ്രോബിയത്തിലേക്ക് നമ്മൾ കടന്നതേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ ചെടിക്കും നല്ല ഡിമാൻഡാണ്. കൂടാതെ അതിൻ്റെ ഫ്ലവറും അതെ, നല്ല കട്ട് ഫ്ലവറൊക്കെ ആയിട്ട് പോകുന്ന ചെടിയാണ് കേട്ടോ. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഡെൻഡ്രോബിയം. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കാനായിട്ട് കഴിയും. ഡെൻഡ്രോബിയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഇതിൽ ഒരു പൂവൊക്കെ വന്നിട്ടുള്ള ഒരു ചെടിയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ 300-350 2-3 മാസത്തിനുള്ളിൽ പൂ വരുന്ന ചെടിയാണ് ഇതെന്നാണ് പറഞ്ഞത് കേട്ടോ. കൂടാതെ ഇതിനകത്തേക്ക് മണ്ണിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ 1 വർഷം കഴിയാതെ ഇനി ഇതിനകത്തുനിന്ന് പുതിയ ഷൂട്ട്സ് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാനും പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ സാഫിൽ നമ്മൾ ചെടി മുക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ ആ സാഫ് വെള്ളം ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇനി ആ ഒരു വെള്ളം കുറച്ചായിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ നമ്മുടെ സെല്ലർ പറഞ്ഞിട്ടുള്ളത്. പ്രകാരം തന്നെയാണ് ഞാനിപ്പോൾ ചെടി ചെയ്യുന്നതും.
അപ്പോൾ അതേ ഡെൻഡ്രോബിയം സുന്ദരികളെല്ലാം റീപോർട്ട് ചെയ്ത് സെറ്റായി ഇരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരാം കേട്ടോ. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.